Hi everyone, welcome back to Learn Know. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസിലെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. അതിന്റെ പാർട്ട് 1 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയിൽ കവർ ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ബേസിക് ഇൻട്രൊഡക്ഷൻ, പിന്നെ സ്ലോപ്പ്, പിന്നെ ഇക്വേഷൻ ഓഫ് ലൈൻ, അത് ഡിഫറെൻറ്റ് കേസസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. സോ ലെറ്റ് us start. First question, find the slope of a line making inclination of 30 degree with the positive direction of x-axis. അപ്പോൾ നമുക്കറിയാം തീറ്റയുടെ വാല്യൂ അപ്പോൾ എന്താ തന്നിരിക്കുന്നത് 30 ഡിഗ്രി ആണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A1, B √3, C 1/√3 ആൻഡ് D 0. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ് 1/√3. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ഇൻക്ലിനേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇഫ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ ഇസ് ഗിവൺ, അങ്ങനെയാണെങ്കിൽ m ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ m ന്റെ വാല്യൂ ഇവിടെ എന്താ ടാൻ 30 ഡിഗ്രി. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ 4x + 3y - 4 is equal to 0 is ഓപ്ഷൻസ് A 3/4, B -4/3, C 4/3, D -3/4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ് -4/3. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 4x + 3y - 4 is equal to 0 ആണ്. അപ്പൊ ഇതിൽ ഈ ജസ്റ്റ് 3y എന്ന് പറയുന്നത് ഈ -4x ആൻഡ് 4y, അതായത് y is equal to mx + c എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ ആയി? y is equal to mx + c, ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് സ്ലോപ്പ് m അല്ലെ. പിന്നെ ഇതിലിപ്പോ y is equal to mx + c ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ y പാർട്ട് മാത്രം LHS വെക്കാം. അപ്പോൾ 3y is equal to -4x + 4 കിട്ടും അല്ലെ. ഇനി yയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 3 അല്ലേ. സോ ത്രൂ ഔട്ട് ആ 3നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ yയുടെ കോഎഫിഷ്യന്റ് 1 ആവും. RHSൽ എന്താ വരിക -4/3x + 4/3 വരും. സോ നമുക്ക് ഇവിടെ കിട്ടി m ന്റെ വാല്യൂ എന്താ കിട്ടിയത് -4/3. അതായത് ഈ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. സോ y is equal to mx + c ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ m ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -4/3. അപ്പോൾ അതാണ് ആൻസർ. Third question, find the slope of a line which passes through the points -2, 3 and 8, -5. Options തന്നിരിക്കുന്നത് A -4/5, B 4/5, C -3/5, D 3/5. Correct answer option A ആണ് -4/5. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ, a slope passes through the points, അതായത് x1 y1 ഉം x2 y2 ഉം തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ x1 -2 y1 എന്ന് പറയുന്നത് 3, x2 ഇതുപോലെ 8 എന്ന് പറയുന്നതും y2 എന്ന് പറയുന്നത് -5. ഇനി നമുക്കറിയാം ഒരു ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2, അതിന്റെ സ്ലോപ്പിന്റെ നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തു. m ന്റെ ഇക്വേഷൻ എന്താ, m is equal to അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ നമുക്ക് x1 y1 അറിയാം, x2 y2 അറിയാം, ജസ്റ്റ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -5 - 3 ഡിവൈഡഡ് ബൈ 8 -2. അപ്പോൾ നമുക്ക് വാല്യൂ -4/5 കിട്ടും. Fourth question, if the slope of a line passing through the points 2, 5 and x3 is 2, then the value of x is, okay, അപ്പോൾ ഇവിടുത്തെ വാല്യൂ x ആയിട്ട് തന്നിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസിൽ a എന്നോ b എന്നോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും തരാം. അപ്പോൾ ജസ്റ്റ് അത് അൺനോൺ ആണ്, അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A -1, B 1, C 3, D none of this. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ് 1. അപ്പോൾ ഇതിൽ നേരത്തെ യൂസ് ചെയ്ത സെയിം ഫോർമുല തന്നെ നമുക്കറിയാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 എന്താ, m is equal to y2 - y1 by x2 - x1. അതിൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് യൂസ് ചെയ്യാം, x1 2 y1 5. ഇനി അതുപോലെ x2 x ഉം y2 എന്ന് പറയുന്നത് 3 ആണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ m ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 എന്ന് പറയുന്നത് അല്ലെ. ദിസ് ഇസ് m. സോ 2 is equal to 3 - 5 by x - 2. അപ്പോൾ ഇത് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. സോ 2x - 4 is equal to -2 കിട്ടും, 2x equal to 2 കിട്ടും. അപ്പോൾ x ന്റെ വാല്യൂ എന്താ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the points k3, 2k - k3 are collinear, then the values of k are. അപ്പോൾ ഈ 3 പോയിന്റ്സ്, ഇപ്പോൾ സപ്പോസ് ലെറ്റ് ഇറ്റ് ബി A, B, C, 3 പോയിന്റ്സും കൊളീനിയർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാല്യൂസ് ഓഫ് k ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 2, 3, B 0, 3, C 1, 0 ആൻഡ് D 1, 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ് 0, 3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് A എന്ന് പറയുന്നത് k, 3, B 2, k and C -k, 3. അത് കൊളീനിയർ ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം
ഇപ്പോൾ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട് സ്ലോപ്പ് ഓഫ് എ ബി വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി അല്ലെ. നമ്മൾ തിയറിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സ്ലോപ്പ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ബിയുടെ സ്ലോപ്പ് ഓഫ് എന്താ വരിക, എ എന്ന് പറയുന്നത് കെ കോമ 3 ആൻഡ് ബി എന്ന് പറയുന്നത് 2 കോമ കെ. സോ ഇതിപ്പോൾ x1 y1 x2 y2 നമുക്കറിയാം x2 മൈനസ് x1 ബൈ y2 മൈനസ് y1 അല്ലെ. ഇതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ വരിക. സോ ഇവിടെ നമുക്കിപ്പോൾ രണ്ട് കേസിൽ, അതായത് സ്ലോപ്പ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് കേസിൽ അപ്ലൈ ചെയ്യുക, എ ബിയുടെ കേസിലും അപ്ലൈ ചെയ്യുക, ബി സിയുടെ കേസിലും അപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടും ഈക്വൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കെ മൈനസ്, ഇവിടെ സോറി മൈനസ് സൈൻസ് മിസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കെ മൈനസ് 3/2 മൈനസ് കെ, ഇവിടെ 3 മൈനസ് കെ ബൈ മൈനസ് കെ മൈനസ് 2 ഉണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മൈനസ് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 6 ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ മൈനസ് 5k പ്ലസ് 6. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേംസ് ക്യാൻസൽ ചെയ്ത് ഇവിടെ 6 ഉം 6 ഉം ക്യാൻസൽ ആവും. 2k സ്ക്വയർ മൈനസ് 6k = 0 കിട്ടും. ഇതിൽ 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ 2 ഇവിടുന്ന് റിമൂവ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി 0/2 0 ആയി പോകും. സോ കെ സ്ക്വയർ മൈനസ് 3k ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഇനി ഇതിൽ നിന്ന് k എന്ന് പറയുന്ന ടേം ഔട്ട്സൈഡ് എടുക്കുക. അഗെയിൻ k കോമൺ അല്ലേ, k മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് k യുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതായത് ഇതിന്റെ മീനിങ് എന്താ, a into b = 0 എന്ന് പറഞ്ഞാൽ a = 0 or b = 0. സോ k = 0 ഒരു ആൻസർ കിട്ടും, k മൈനസ് 3 = 0 ഒരു ആൻസർ കിട്ടും. അപ്പോൾ k = 0, k മൈനസ് 3 = 0 implies k യുടെ വാല്യൂ എന്താ, k = 3. സോ വാല്യൂസ് എന്താണ് k യുടെ, 0, 3. Next question, find the angle between the x-axis and the line joining the points 3, -1 and 4, -2. Options are A 130 degree, B 135 degree, C 150 degree and D none of these. Correct answer option B ആണ് 135 degree. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, 3, -1, 4, -2. സോ x1 y1 ഏതാണെന്നും കിട്ടി, x2 y2 നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇതിൽ നമുക്കിപ്പോൾ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലോപ്പിന്റെ ഫോർമുല അറിയാം, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ അത് ഇവിടെ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് -2 + 1 / 4 - 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -1 ആണ് കിട്ടുക. ഇനി m എന്ന് പറയുന്നത് എന്താ, ടാൻ തീറ്റ അല്ലേ അല്ലെ. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു -1 നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ. ഈ -1 എന്ന് പറയുന്നത്, 1 എന്ന് പറയുന്നത് എന്താ, ടാൻ 45 ആണ് അല്ലെ. സോ ഈ -1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -1 എന്ന് പറയുന്നത് ടാൻ 45 ആണ്. കാരണം നമുക്ക് എന്താ, ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ. സോ LHSലും RHSലും, LHS ഓൾറെഡി ടാൻ തീറ്റയുടെ ഫോമിലാണ് ഉള്ളത്, RHSലും ടാൻ തീറ്റ ഫോമിൽ വരുത്താം. എങ്കിൽ മാത്രമേ തീറ്റയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വാല്യൂ, അതായത് തീറ്റ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ -1 എന്നുള്ളത് -tan 45 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി -tan θ എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്വാഡ്രൻസ് ബേസ് ചെയ്തിട്ടൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ കോസ് പോസിറ്റീവ്. ഇപ്പൊ നമുക്ക് ടാൻ തീറ്റ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ഏതാ, ഇപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ കേസിൽ നമ്മളിപ്പോൾ 0 to 180 ആണ് മാക്സിമം ആ ഒരു കേസ് അല്ലേ. സോ 0 to 180, ഇതിപ്പോൾ 0, ദിസ് വൺ ഇസ് 90, പിന്നെ 180 അല്ലേ. ഇപ്പോൾ 0 to 180 കേസിൽ നമുക്ക് ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ടാൻ നെഗറ്റീവ് വരിക, കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എന്തെടുക്കണം, -tan 45 എന്നുള്ളത് എവിടെ വരിക, സെക്കൻഡ് ക്വാഡ്രന്റിൽ. സോ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ടാൻ ഓഫ് 180 മൈനസ് ദാറ്റ് ആംഗിൾ. അതായത് ടാൻ ഓഫ് 180 മൈനസ് എടുക്കാൻ കാരണം എന്താ, സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് ടാൻ ഓഫ് 180 മൈനസ് നമ്മുടെ ആംഗിൾ എന്താ, 45. ക്ലിയർ ആയല്ലോ. RHSൽ വന്ന ചേഞ്ച് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് -tan 45 എന്ന് പറയുന്നത് ടാൻ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിട്ടുള്ളത് എവിടെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് പറഞ്ഞാൽ 180 മൈനസ് ആണ്. സോ ടാൻ ഓഫ് 180 മൈനസ് 45 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ 180 മൈനസ് 45 എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ, രണ്ട് സൈഡിലും ടാൻ ആണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 135 ഡിഗ്രി. Next question,
If the angle between two lines is pi by 4 and the slope of one of the lines is 1 by 2, find the slope of the other line. Clear ആയോ? അതായത് രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് pi by 4. ഇനി സ്ലോപ്പ് ഓഫ് വൺ ഓഫ് ദ ലൈൻ, ഒരു ലൈനിന്റെ സ്ലോപ്പ് അപ്പൊ m1 എടുക്കാം. m1 is equal to 1 by 2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 3 or minus 1 by 3, B 2 or minus 1 by 2, C 4 or minus 1 by 4, D 3 or minus 3. So ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 3 or minus 1 by 3. ഇപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. m1 ഉം m2 ഈ പറഞ്ഞ രണ്ട് ലൈൻസിന്റെയും സ്ലോപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് കൺസിഡർ ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, ഇവിടെ മോഡുലസ് വാല്യൂ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് ആംഗിൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മോഡുലസ് വാല്യൂ എടുക്കുക. So modulus of m1 minus m2 by 1 plus m1 m2. Okay. അപ്പോൾ അതിൽ m2 minus m1 by 1 plus m1 m2 തിയറിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എന്തായാലും മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് കോൺസെപ്റ്റ് എടുക്കുന്നുണ്ട്, സോ അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തീറ്റ പൈ ബൈ 4 അല്ലേ, പിന്നെ m1 1 by 2 തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഫോർമുലയിൽ. സോ ഈ ഒരു ഇക്വേഷൻ എന്താ, ടാൻ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു ഹാഫ് മൈനസ് m2 by 1 പ്ലസ് ഹാഫ് m2. ഇനി അതായത് ഈ ടാൻ പൈ ബൈ 4 എന്ന് പറയുന്നത് എന്താ, ടാൻ 45 1 ആണ് അല്ലെ. സോ 1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഹാഫ് മൈനസ് m2 by 1 പ്ലസ് ഹാഫ് m2. ഇനി മോഡുലസ് വാല്യൂ മാറ്റുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഇത് പ്ലസ് ഓർ മൈനസ് 1 കേസ് ആണ് അല്ലെ. സോ രണ്ട് കേസ് കൊടുക്കുക, ഒന്ന് പ്ലസ് 1 കേസും ഒന്ന് മൈനസ് 1 കേസ് കൊടുക്കുക. അങ്ങനെയാണ് ഈ പ്ലസ് ഓർ മൈനസ് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, സോ ഹാഫ് മൈനസ് m2 by 1 പ്ലസ് ഹാഫ് m2 ഇസ് ഈക്വൽ ടു പ്ലസ് 1ഉം ഹാഫ് മൈനസ് m2 by 1 പ്ലസ് ഹാഫ് m2 ഇസ് ഈക്വൽ ടു മൈനസ് 1 കേസും സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കാം. അതിൽ നിന്ന് m2ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഈക്വൽ ടു പ്ലസ് 1ന്റെ കേസിൽ m2 ഇസ് ഈക്വൽ ടു മൈനസ് 1 by 3 കിട്ടും. നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ m2ന്റെ പോർഷൻ മാത്രം LHSൽ കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം RHSൽ കൊണ്ടുപോകാം. സോ പിന്നെ കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ m2 is equal to മൈനസ് 1 by 3 കിട്ടും. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഓർ കേസിൽ നമുക്ക് എന്താ കിട്ടുക, മൈനസ് ഹാഫ് m2 is equal to മൈനസ് 3 by 2, അതായത് m2 is equal to പ്ലസ് 3 കിട്ടും. സോ നമുക്ക് വാല്യൂ എന്താ കിട്ടിയത്, സ്ലോപ്പ് ഓഫ് അതർ ലൈൻ എന്തായിരിക്കും, മൈനസ് 1 by 3 അല്ലെങ്കിൽ 3. 8th question, the equation of a straight line that passes through the point 3, 4 and perpendicular to the line 3x plus 2y plus 5 is equal to 0 is. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 2x plus 3y, sorry 2x minus 3y plus 6 equal to 0, B 2x plus 3y plus 6 equal to 0, C 2x minus 3y minus 6 equal to 0 and D 2x plus 3y minus 6 equal to 0. Correct answer option A ആണ്, 2x minus 3y plus 6 equal to 0. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് പാസസ് ത്രൂ എ പോയിന്റ് 3, 4 അല്ലെ. പിന്നെ അത് മാത്രമല്ല ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 3x plus 2y plus 5 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും, അതായത് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, 3x plus 2y plus 5. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, 2x minus 3y plus lambda is equal to 0 ഇങ്ങനെ വരുള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു കോഎഫിഷ്യൻസ് ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക, ഓർഡർ റിവേഴ്സ് ചെയ്യുക, 2 ഉം 3. പിന്നെ അത് മാത്രമല്ല ഇവിടെ മൈനസ് കേസ് മൈനസ് കൊടുക്കണം. ഓക്കെ, സോ 2x minus 3y plus lambda. ഇപ്പോൾ നമുക്ക് സിക്ക് പകരം നമ്മൾ ലാംഡ എന്നുള്ള കോൺസെപ്റ്റ് കൊടുക്കണം. അതായത് അവിടെ സി അല്ല, സോറി, ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ആ കോൺസ്റ്റന്റ് എത്രയാണെന്ന് അറിയില്ല കാരണം വേറൊരു ലൈൻ്റെ ഇക്വേഷൻ ആണ്. സോ ആ കോൺസ്റ്റന്റ് നമ്മൾ ജസ്റ്റ് ലാംഡ എന്ന് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ, അതിനി നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് 3, 4. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അതായത് 2x minus 3y plus lambda is equal to 0 പോയിന്റ് ഏതാണ്, 3, 4. എക്സിന് 3ഉം വൈക്ക് 4ഉം കൊടുക്കുക. സോ ഇവിടെ 2 into 3 minus 3 into 4 plus lambda equal to 0. ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടുക, പ്ലസ് 6 കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ എന്താ, 2x minus 3y plus ലാംഡയ്ക്ക് പകരം 6 കൊടുക്കുക, equal to 0. This is the required equation. Next question, the equation of a line that passes through the points 1, 5 and 2, 3 is. Options തന്നിരിക്കുന്നത് A 2x plus y minus 7 equal to 0, B 2x minus y minus 7 is equal to 0, C x plus 2y minus 7 equal to 0 and D 2x plus y plus 7 is equal to 0. Correct answer option A ആണ്, 2x plus y minus 7 is equal to 0. നമുക്കറിയാം x1 y1 x2 y2.
ഈ രണ്ട് പോയിന്റ്സിലൂടെയും പാസ് ചെയ്യുന്ന ലൈൻ, അതിന്റെ ഇക്വേഷൻ എന്താ വരിക? y minus y1 by x minus x1 is equal to y2 minus y1 by x2 minus x1. നമുക്ക് ഇവിടെ x1 ഉം y1 ഉം അറിയാം, x2 y2 ഉം അറിയാം. സോ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y minus 5 by x minus 1 is equal to 3 minus 5 by 2 minus 1. ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതായത് 2x plus y minus 5 minus 2, that is 2x plus y minus 7 is equal to 0. Next question, the equation of a straight line that passes through the point 1, minus 2 and cuts off equal intercepts from the axis is a x plus y minus 1 equal to 0, b x minus y minus 1 equal to 0, c x plus y plus 1 equal to 0 and d x minus y minus 2 is equal to 0. The correct answer option C ആണ്, x plus y plus 1 equal to 0. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താ, ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് സ്ട്രേറ്റ് ലൈൻ 1, minus 2. വേറൊരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഫ്രം ദ ആക്സസ്. എക്സിലും വൈയിലും ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം എന്താ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 അല്ലെ. ഇവിടെ എ ഇസ് ഈക്വൽ ടു ബി ആണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. കാരണം എന്താ? കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആണ്. അപ്പൊ ആ ഇന്റർസെപ്റ്റ്സ് സെയിം ആണെന്നല്ല അർത്ഥം. സോ എ ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ ബിക്ക് പകരം എ റീപ്ലേസ് ചെയ്യാം. സോ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് ഈ എ കോമൺ അല്ലേ, അത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ട് ആർ എച്ച് എസിൽ കൊണ്ടുപോയാൽ നമുക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ദിസ് പാസസ് ത്രൂ ദ പോയിന്റ് 1, minus 2 തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് 1 കൊടുക്കുക, y ഇസ് ഈക്വൽ ടു -2 കൊടുക്കുക. കാരണം 1 ഉം -2 ഈ ഒരു പോയിന്റിലൂടെയാണല്ലോ ഈ ലൈൻ പാസ് ചെയ്യുന്നത്. സോ ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും ഈ പോയിന്റ്. സോ അതിൽ എക്സിന് 1 ഉം വൈക്ക് -2 കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ is equal to a ല് എക്സിന് 1 വൈക്ക് -2 കൊടുത്താൽ 1 minus 2 is equal to a. സോ എയുടെ വാല്യൂ എന്താ കിട്ടിയ? -1. ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a is equal to -1. അപ്പോൾ x plus y is equal to -1. അപ്പോൾ -1 LHS കൊണ്ടുപോയാൽ x plus y plus 1 equal to 0. Next question, find the equation of the line through -2, 3 with slope -4. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് a y minus x plus 2 equal to 0, b 2x plus 3y minus 1 equal to 0, c 3y plus 4x plus 5 is equal to 0, d 4x plus y plus 5 is equal to 0. The correct answer option D ആണ്, 4x plus y plus 5 is equal to 0. ഓക്കെ, അതായത് സ്ലോപ്പ് തന്നിരിക്കുന്നത് -4 ആണ്. പിന്നെ പോയിന്റ് എന്ന് പറയുന്നത് -2, 3. ബേസിക്കലി ഒരു ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ്, ഇവിടെ ഇപ്പോൾ x0 y0 എന്ന് പറഞ്ഞു എന്നുള്ളൂ. x1 y1 എടുത്താലും എങ്ങനെയാണെങ്കിലും നൊട്ടേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആ വാല്യൂ കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ m എന്ന് പറയുന്നതാണ് സ്ലോപ്പ് അല്ലെ. അപ്പോൾ അതിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? y മൈനസ് y0 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. അപ്പോൾ ഇവിടെ y0 എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് x0 എന്ന് പറയുന്നത് -2 ഉം y0 എന്ന് പറയുന്നത് 3 ആണ്. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ y മൈനസ് 3 ഈക്വൽ ടു, ഇനി m ന്റെ വാല്യൂ എന്താ? m എന്ന് പറയുന്നത് -4 എന്ന് തന്നിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -4 x മൈനസ് -2. അപ്പോൾ ഇവിടെ റീഅറേഞ്ച്മെന്റിൽ y plus 4x minus 3 plus 8 equal to 0, that is y plus 4x plus 5 equal to 0. അതായത് 4x plus y plus 5 is equal to 0. Next question, if the slope of a line passing through the point a 3, 2 is 3/4, then the points on the line which are 5 units away from a are. അതായത് ഒരു ലൈൻ പാസ് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, 3, 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അതിന്റെ സ്ലോപ്പിന്റെ വാല്യൂ 3/4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ പോയിന്റ്സ് ഓൺ ദ ലൈൻ വിച്ച് ആർ 5 യൂണിറ്റ്സ് എവേ ഫ്രം എ, ഈ പറഞ്ഞ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 5 യൂണിറ്റ്സ് എവേ ആയിട്ടുള്ള പോയിന്റ്സ് ഓൺ ദ ലൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 1, 1, b 7, 5, c -1, 1, d 2, 3. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് 7, 5. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ വിത്ത് സ്ലോപ്പ് 3/4 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ്, a 3, 2 എന്ന് പറയുന്നത് എന്താ? y മൈനസ് y1 അല്ലെങ്കിൽ y0 എന്ന് എടുക്കാം, ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0 അല്ലേ. സോ ഇവിടെ x0 എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് y0 എന്ന് പറയുന്നത് 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. m ന്റെ വാല്യൂ എന്താ? 3/4 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് y മൈനസ് 2 ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു എക്സ് മൈനസ് 3 കിട്ടും. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? ഇക്വേഷൻ എന്താ? 3x ഇസ് ഈക്വൽ ടു
1 plus 4y. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, 3x is equal to 1 plus 4y. ഇനി നമ്മൾ ഒരു പോയിന്റ് x1 y1 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ ബി എയിൽ നിന്ന് 5 യൂണിറ്റ്സ് എവേ ആണെന്ന് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണ്? അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എയിൽ നിന്ന് 5 യൂണിറ്റ്സ് എവേ ആയിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ആ പോയിന്റ് നമ്മൾ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ so x1 minus 3 whole square plus y1 minus 2 whole square is equal to 25. അതായത് നമ്മൾ ഓൾറെഡി root of x1 minus x0 whole square plus y1 minus y0 whole square is equal to ആ ഡിസ്റ്റൻസിന്റെ വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിസ്റ്റൻസിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 5 ആണ്. നമ്മൾ LHSലും RHSലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ 5 സ്ക്വയർ വരും, ദാറ്റ് ഇസ് 25 is equal to, ഇപ്പോൾ നമുക്ക് RHS 25 കിട്ടും, LHSലെ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഇക്വേഷൻ ആണിത്. അതിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് 6x1 മൈനസ് 4y1 മൈനസ് 12 is equal to 0. എല്ലാം LHSലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഒരു 0 മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, സോറി. ഇനി ഈ പറഞ്ഞ പോയിന്റ്, അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ, വിച്ച് ലൈസ് ഓൺ ദ ലൈൻ ആണ്. ആ ലൈനിൽ ആക്ച്വലി ഈ പോയിന്റ് ബി ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് ആ ഡിസ്റ്റൻസ് ആണ് 5 തന്നിരിക്കുന്നത്. പക്ഷെ ബി ആ ലൈനിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ മീനിങ് എന്താ, ഇപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, ഫസ്റ്റ് ഇക്വേഷൻ, അത് 3x equal to 1 plus 4y ആണ്. അതാണ് നമുക്ക് കിട്ടിയ ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ബി ഈ ഇക്വേഷനിൽ ഉണ്ടെന്ന് അറിയാം. ദാറ്റ് മീൻസ് വാട്ട്, ബിയുടെ കോർഡിനേറ്റ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 3x is equal to 1 plus 4y ഇവിടെ 3യുടെ വാല്യൂ, അതായത് 3 എന്ന് പറയുന്നത് RHS കൊണ്ടുപോകാം. സോ x equal to എന്തായി, 1 plus 4y by 3. ഇനി ബിയുടെ കോർഡിനേറ്റ് എന്താ, x1 y1 ആണ്. ഈ ബി എന്ന് പറയുന്നത് ഈ ലൈനിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സിന് പകരം x1 y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കാരണം ബി ഓൾറെഡി ആ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, സോ x1 is equal to 4y1 plus 1 divided by 3. അതാണ് ഈ ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയ പോലെ x1 സ്ക്വയർ, ഈ ഒരു ഇക്വേഷൻ, അതായത് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് 6x1 മൈനസ് 4y1 മൈനസ് 12 ഈക്വൽ ടു 0 x1ന് പകരം ഇൻ ടേംസ് ഓഫ് y1 ഇപ്പൊ കിട്ടിയ ഒരു ഇക്വേഷനിലെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ, അതായത് 25y1 സ്ക്വയർ മൈനസ് 100y1 മൈനസ് 125 ഈക്വൽ ടു 0. ഇതിൽ 25 കോമൺ ഫാക്ടർ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഔട്ട്സൈഡ് എടുത്ത് RHS കൊണ്ടുപോയാൽ 0/25 0 ആയിപ്പോൾ. അപ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് y1 സ്ക്വയർ മൈനസ് 4y1 മൈനസ് 5 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സ് ഏതൊക്കെയാണ്, -1ഉം 5ഉം. ക്ലിയർ ആയോ? ഇനി ഈ ഇക്വേഷൻ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ 3x equal to 1 plus 4y അല്ലേ, അതിൽ എക്സിന് x1ഉം yക്ക് y1 കൊടുക്കാം. അപ്പോൾ 3x1 equal to 1 plus 4y1 ആണ് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് y1ന്റെ വാല്യൂസും ഓരോ കേസസ് ആയിട്ട് എടുക്കാം. അതായത് y1 is equal to -1 എന്നുള്ളത് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുക. അതിൽ നിന്ന് x1ന്റെ വാല്യൂ എന്താ കിട്ടുക, -1. അതേപോലെ നെക്സ്റ്റ് കേസിൽ y1 is equal to 5 എന്നുള്ള കേസ്. അപ്പോൾ 1 plus 4y 4 into 5 വരും, ദാറ്റ് ഇസ് 1 plus 20. ഓക്കെ, അതായത് 21. അപ്പൊ ഇതിൽ നിന്ന് 3x1 equal to 21 കിട്ടി കഴിഞ്ഞാൽ ഇവിടെ 3ഉം 21ഉം ക്യാൻസൽ ആയ 7. അപ്പൊ x1 equal to 7 കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റ്സ് എന്താ, y1 -1 ആകുമ്പോൾ x1 7. അതുപോലെ y1 സെയിം ഇതേപോലെ, സോറി x, അതായത് 7,5 ഇതാണ് നമുക്ക് കിട്ടിയ പോയിന്റ്സ് അല്ലെ. -1, -1 ഈ രണ്ട് പോയിന്റ്സ് ആണ് കിട്ടുക നമുക്ക്. പോയിന്റ് ബി എന്ന് പറയുന്നത് എന്താണ്, 7,5 ആൻഡ് -1, -1 ഈ രണ്ട് പോയിന്റ്സ് ആണ് കിട്ടിയത്. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആകെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഈ ഒറ്റ പോയിന്റ് ആണ് 7,5. അതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യും. സപ്പോസ് ചില ഓപ്ഷൻസിൽ രണ്ടും തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. Next question, find the equation of the line whose perpendicular distance from the origin is 4 units and the angle which the normal makes with the positive x-axis is 15 degree. Options തന്നിരിക്കുന്നത് A √3x plus √3y equal to 8 √2, B √3 minus 1 into x plus √3 plus 1 into y is equal to 8 √2, C x plus y is equal to minus 8 √2, D √3 plus 1 into x plus √3 minus 1 into y is equal to 8 √2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇപ്പൊ പി നമുക്ക് തന്നിരിക്കുന്ന ഒരു കേസിൽ പി ഇസ് ഈക്വൽ ടു 4ഉം ആൽഫ ഇസ് ഈക്വൽ ടു 15 ഡിഗ്രി. അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ഹൂസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ 4 യൂണിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ.
സോ നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് ടോപ്പിക് ആണത്. അതിൽ പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഓഫ് ദ പെർപെൻഡിക്കുലർ അല്ലെ. സോ പി ഈസ് ഈക്വൽ ടു 4. ഇനി ആ ആംഗിൾ മേക്ക് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ആൽഫയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിൽ അതായത് ഈ ലൈൻ നോർമൽ എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ള ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം cos 15 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് cos of 45 minus 30 എന്ന് എക്സ്പ്രസ് ചെയ്തൂടെ അല്ലെ. സോ cos 45 അതായത് cos of a minus b എന്ന് പറയുന്നത് എന്താ, cos a cos b plus sin a sin b. അപ്പോൾ cos 45 cos 30 plus sin 45 sin 30. So cos 15 വാല്യൂ എന്താ, 1 by root 2 into root 3 by 2 plus 1 by root 2 into 1 by 2. സോ നമുക്ക് ഇതിൽ നിന്ന് root 3 plus 1 divided by 2 root 2 കിട്ടും. അതേപോലെ തന്നെ സിമിലർലി sin 15ഉം ഇതേപോലെ കണ്ടുപിടിക്കാം. sin of 45 minus 30. സോ sin 45 cos 30 minus cos 45 sin 30. കാരണം എന്താ, sin of a minus b എന്ന് പറയുന്നത് sin a cos b minus cos a sin b ആണ്. അപ്പോൾ അതേപോലെ sin 15ന്റെ വാല്യൂ എന്താ കിട്ടുക, 1 by root 2 into root 3 by 2 minus 1 by root 2 into 1 by 2. That is root 3 minus 1 divided by 2 root 2 എന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂസും കിട്ടി. ഇനിയാണ് നമ്മുടെ ആക്ച്വൽ ഫോർമുല എന്താണ്, p is equal to x cos alpha plus y sin alpha. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം കിട്ടിയ വാല്യൂസ് cos alphയും sin alphയും കിട്ടിയല്ലോ. അപ്പം എക്സും വൈയും അങ്ങനെ തന്നെ എഴുതുക. പിയുടെ വാല്യൂ 4 ആണ് നമുക്കറിയാം. സോ ഇവിടെ 2 root 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. അത് ആർ എച്ച് എസിൽ കൊണ്ടുപോയാൽ 8 root 2 ആവും. root 3 plus 1 into x plus root 3 minus 1 into y is equal to 8 root 2. ഇതാണ് ഇക്വേഷൻ. Next question, the equation of lines with slope 2 and the length of the perpendicular from the origin equal to root 5 are a y is equal to 2x plus or minus 5, b x equal to 2y plus or minus 5, c y is equal to x plus or minus 5, d none of this. ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, y is equal to 2x plus or minus 5. ഇതിൽ എക്സ്പ്ലനേഷൻ നോക്കാം. c എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ഓൺ y ആക്സിസ് ആയിട്ട് ജനറലി എടുക്കാം. അപ്പോൾ നമുക്കറിയാം y is equal to mx plus c ആണ് അല്ലെ. ഈ c എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ഓൺ y ആക്സിസ് ആണ് നമുക്കറിയാം. സോ ഇതിൽ m എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി സ്ലോപ്പ് 2 തന്നിട്ടുണ്ട്. സോ m ന്റെ വാല്യൂ 2 ആണെന്ന് അറിയാം. ക്ലിയർ ആയി. അപ്പോൾ y is equal to 2x plus c എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. അതായത് ജസ്റ്റ് ഈ 2x നെ y ഒപ്പം എഴുതുക. അപ്പോൾ minus 2x plus y is equal to c. ഇനി ജസ്റ്റ് ഈ ഒരു ഇക്വേഷനെ നമ്മൾ നോർമലൈസ് ചെയ്യാണ്. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് കോഎഫിഷ്യന്റ് ഓഫ് വൈന്റെ സ്ക്വയർ. ഓക്കെ, എല്ലാ ടേംസിലും ചെയ്യാം, LHSലും RHSലും. സോ മൈനസ് 2x ബൈ റൂട്ട് ഓഫ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതേപോലെ പ്ലസ് y ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു c ഡിവൈഡഡ് ബൈ റൂട്ട് മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ, മൈനസ് 2 ബൈ റൂട്ട് 5x പ്ലസ് y ബൈ റൂട്ട് 5 ഇസ് ഈക്വൽ ടു c ബൈ റൂട്ട് 5. ഇനി ദിസ് ഇസ് ദ നോർമൽ ഫോം. നമ്മൾ അതിനാണ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ റൈറ്റ് സൈഡിൽ കിട്ടിയ വാല്യൂ ഇല്ലേ, അപ്പോൾ റൂട്ട് 5 എന്ന് പറയുന്നത് അതായത് മോഡുലസ് ഓഫ് c ബൈ റൂട്ട് 5 ഇസ് ഈക്വൽ ടു റൂട്ട് 5 എന്ന് കിട്ടും അല്ലെ. മോഡുലസ് ഓഫ് c ബൈ റൂട്ട് 5 ഇസ് ഈക്വൽ ടു റൂട്ട് 5 എന്നുള്ള ഫോം കിട്ടും. സോ മോഡുലസ് c എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും, ഈ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്ന് പറഞ്ഞാൽ റൂട്ട് 5 സ്ക്വയർ, അതായത് 5 ആണ്. സോ മോഡുലസ് ഓഫ് സിയുടെ വാല്യൂ എന്താ കിട്ടിയ, 5 എന്ന് കിട്ടി. അപ്പോൾ സിയുടെ വാല്യൂ മോഡുലസ് മാറ്റി കഴിഞ്ഞാൽ സിയുടെ വാല്യൂ എന്താ, പ്ലസ് ഓർ മൈനസ് 5. സോ നമ്മുടെ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിയുടെ വാല്യൂ. അപ്പോൾ y is equal to 2x പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് ഇക്വേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ദ ഫോളോയിങ് വെർട്ടിസസ് 5 minus 2 minus 1 2 and 1 4. ഓപ്ഷൻസ് എന്തായിരിക്കുന്നത്, a 1 by 5 14 by 5, b 14 by 5 1 by 5, c 1 by 5 1 by 5, d 14 by 5 14 by 5. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1 by 5 14 by 5. നമുക്ക് തന്നിരിക്കുന്ന വേർട്ടിസസ് ഏതൊക്കെയാണ്, a b c എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, a എന്ന് പറയുന്നത് 5 minus 2, b minus 1 2, c 1 4. ഇപ്പോൾ ഓർത്തോഗണൽ സെന്റർ എന്ന് പറയുന്നത് എന്താ, ക്രോസ് സെക്ഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സിന്റെ ക്രോസ് സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർത്തോഗണൽ സെന്റർ അല്ലെങ്കിൽ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത്. സോ സ്ലോപ്പ് ഓഫ് എ ബി എന്തായിരിക്കും, അതായത് നമ്മൾ എയും ബിയും അതിന്റെ വെർട്ടിസസ് അറിയാലോ, x1 y1 x2 y2 ആ രണ്ട് പോയിന്റ്സ്. സോ y2 മൈനസ് ഇവിടെ y1 ഉണ്ട്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, അതായത് 2 പ്ലസ് 2y മൈനസ് 1 മൈനസ് 5. അപ്പോൾ മൈനസ് 2/3 നമുക്ക് വാല്യൂ കിട്ടും. ജസ്റ്റ് ആ എ ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിന്റെ ആ ഒരു സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സി ടു എ ബി, അതായത് ഇപ്പോൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എ ബി ആൻഡ് സി
ഓക്കെ. അപ്പോൾ സിയിൽ നിന്ന് എ ബിയിലേക്ക് ഉള്ളൊരു ഇത് അതിനെ നമ്മൾ പോയിന്റ് ഇപ്പോൾ സപ്പോസ് എഫ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സി എഫ് ആണ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബിയിലേക്കുള്ള ആൾട്ടിറ്റ്യൂഡ് അത് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഫ്രം സി ടു എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ ടു എ ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ സ്ലോപ്പ് ഓഫ് എ ബി എന്തായിരിക്കും? അതിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലറിന്റെ -1 സ്ലോപ്പ് ഓഫ് എ ബി ആയിരിക്കും. ക്ലിയർ ആയോ? ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ -1 സ്ലോപ്പ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? റെസിപ്രോക്കൽ കൊടുക്കുക, മൈനസ് സൈൻ കൊടുക്കുക. സോ നമുക്ക് ഓൾറെഡി -2/3 ആണ് എ ബിയുടെ കിട്ടിയത്. സോ അതിന്റെ -1 ചെയ്യുക. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. ഇത് 2/3 എന്നുള്ളത് 3/2 ആവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇക്വേഷൻ ഓഫ് സി എഫ്. ഇനി നമ്മൾ ഈ ആൾട്ടിറ്റ്യൂഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകണം. ദാറ്റ് ഈസ് y മൈനസ് നോർമൽ ജനറൽ ഇക്വേഷൻ എന്താ? y മൈനസ് y1 = m × x മൈനസ് x1. ഇതിൽ നമ്മൾ ഈ y1ഉം x1ഉം നമ്മൾ എന്തെടുക്കേണ്ടത്? c എന്ന് പറയുന്ന പോയിന്റിന്റെ. ഓക്കെ, അപ്പൊ c എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 1,4 ആണ്. ഓക്കെ, സോ y മൈനസ് y1 എന്ന് പറയുന്നത് y മൈനസ് 4 ഇസ് ഈക്വൽ ടു, ഇനി m നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു 3/2. സോ 3/2 ഇൻറ്റു x മൈനസ് x1 1 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. 3x മൈനസ് 2y ഇസ് ഈക്വൽ ടു -5. ഇത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ബി സിയുടെ കേസ് എടുക്കാൻ പോകണം. ഓക്കെ, അത് എയിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് എ ബി സി ആണ്. സിയിൽ നിന്നുള്ള ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഇത് എഫ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇതൊരു ആൾട്ടിറ്റ്യൂഡ് സി എഫ് എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ, അതായത് എ ബിയിലേക്കുള്ളത് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എ ഡി ആണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് നിന്ന് ആൾട്ടിറ്റ്യൂഡ് ബി സിയിലേക്ക്. സോ ഇതും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് സി എഫിന്റെ കേസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് ഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ഡി. ഓക്കെ, ഇനി എ ഡിയുടെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. അപ്പോൾ ബി സി ആദ്യം നമ്മൾ സ്ലോപ്പ് ഓഫ് ബി സി കണ്ടുപിടിക്കാം. അപ്പോൾ y2 മൈനസ് ഇവിടെ y1 ഉണ്ട്. y2 മൈനസ് 1/x2 മൈനസ് x1 ചെയ്താൽ നമുക്ക്, അതായത് ബിയും സിയും കേട്ടോ, ബിയുടെയും സിയുടെയും വേർട്ടിസസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് 1. ഇനി എ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ആൾട്ടിറ്റ്യൂഡ്, അതായത് അത് പെർപെൻഡിക്കുലർ ആണല്ലോ ബി സിയിലേക്ക്. അപ്പൊ അതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? -1 സ്ലോപ്പ് ഓഫ് ബി സി. ബി സിയുടെ സ്ലോപ്പ് കിട്ടിയില്ലേ, അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൈനസ് സൈൻ എടുക്കുക. സോ -1. ഇനി ഇക്വേഷൻ ഓഫ് എ ഡി, നേരത്തെ സി എഫിന്റെ കണ്ടുപിടിച്ച പോലെ എ ഡിയുടെ കണ്ടുപിടിക്കാം. y മൈനസ് y1 = m × x മൈനസ് x1. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമുക്കിപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ എയുടെ വേർട്ടിസ് ആണ് ഇവിടെ y1ഉം x1 ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ y + 2 is equal to മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആവും. y + 2 = -1. m നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയല്ലോ -1, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു x മൈനസ് 5. ഇത് റീഅറേഞ്ച് ചെയ്താൽ x + y is equal to 3. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഈ രണ്ട് ആൾട്ടിറ്റ്യൂഡ്സിന്റെ, അപ്പോൾ അതാണ് നമ്മൾ ഓർത്തോ സെന്റർ എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ? ഇന്റർസെക്ഷൻ ആണെന്ന് പറഞ്ഞു. സോ ഇതിലിപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കേണ്ട. സാധാരണ രണ്ട് ഇക്വേഷനും 2 വേരിയബിൾസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക? ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനെ ഇൻറ്റു 3 ചെയ്യാം. ഇത് ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3x + 3y = 9 അല്ലേ? അപ്പോൾ അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം എന്താണോ കിട്ടിയത് അത് അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് x എലിമിനേറ്റ് ആവും. സോ -5y = -14. ഇപ്പോൾ y = 14/5 കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷൻ x + y = 3 യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് x = 3 - 5 അല്ലേ? ദാറ്റ് ഈസ് 1/5 കിട്ടും. അപ്പോൾ നമ്മുടെ ഓർത്തോ സെന്റർ എന്താ കിട്ടിയത്? 14/5 1/5. Thank you.